സംസ്ഥാനത്ത് തീരങ്ങളിൽ ഇന്നും കടലേറ്റമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 2 ദിവസം കൂടി കടലാക്രമണം ഉണ്ടാകുമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ഇന്നും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയെന്നും പ്രവചനമുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാല മുന്നറിയിപ്പുമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം തീരത്തെ മറ്റിടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്ത് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട്. ആയതിനാൽ തിരുവനന്തപുരത്ത് തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കൺട്രോൾ റൂം ആരംഭിച്ചു. തെക്കൻ കേരളത്തിന്റെ തീരമേഖലകളിൽ രൂക്ഷമായ കടലാക്രമണമുണ്ടാകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ കെടുതിയുണ്ടാവുക. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളുടെ തീരമേഖലയിൽ കടലേറ്റമുണ്ടായി. തിരുവനന്തപുരത്ത് പലയിടത്തും ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. കോവളം, വർക്കല ബീച്ചുകളിൽ സഞ്ചാരികളെ വിലക്കിയിട്ടുണ്ട്. കടലിലെ മർദ്ദനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസമാണ് കടൽക്ഷോഭത്തിന് കാരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു. ഏറ്റവും ഒടുവിലായുള്ള റിപ്പോർട്ട് പ്രകാരം ഇന്ന് 4 ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.